ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ജെൻസൺ ലാസലറ്റ് അച്ഛൻ ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം നിങ്ങളോട് ഞാനൊന്ന് പങ്കുവയ്ക്കാം. അച്ഛന് അടുത്തറിയാവുന്ന ഒരു കുടുംബത്തിലെ മകൾ തെറ്റായ കൂട്ടുകെട്ടിൽ അകപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവളുടെ മാതാപിതാക്കൾ അച്ഛനെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്നും അവളുമായി സംസാരിക്കാമെന്നും അച്ഛൻ പറഞ്ഞതിന് ശേഷം ആ മാതാപിതാക്കൾ സ്വീകരിച്ച വഴി ഇങ്ങനെയായിരുന്നു. അതാണ് നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്. അവൾക്ക് വേണ്ടി അന്നു മുതൽ ആ മാതാപിതാക്കൾ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്നതാണ്. മകൾ അറിയാതെ മത്സ്യ മാംസാദികൾ ഒഴിവാക്കാനും ജപമാലയും കുരിശിന്റെ വഴിയും ചൊല്ലി പ്രാർത്ഥിക്കാനും മാതാപിതാക്കൾ ആരംഭിച്ചു. മാത്രമല്ല, സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമെന്ന ഉറച്ച തീരുമാനവും എടുത്തു. അതിനുശേഷം അവർ അവളെ വിളിച്ച് സംസാരിച്ചു. ആദ്യമൊക്കെ അവൾ ആ ബന്ധത്തെ എതിർത്തു പറഞ്ഞെങ്കിലും പിന്നീട് സമ്മതിച്ചു. ബന്ധം തുടർന്നാലുള്ള അപകടാവസ്ഥയെക്കുറിച്ച് അവളോട് വിവരിച്ചു. എന്തായാലും കണ്ണീരോടെയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചു. ഏതാനും മാസങ്ങൾക്കകം തെറ്റു മനസ്സിലാക്കി അവൾ അനുതാപ വഴിയിലേക്ക് തിരിച്ചു വന്നു. ഇക്കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ആ മാതാപിതാക്കളെക്കുറിച്ച് അച്ഛൻ പറയുന്നത് അച്ഛന് അഭിമാനം തോന്നി എന്നാണ്. മകൾ തെറ്റിന്റെ വഴിയെ സഞ്ചരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർ ആദ്യം ചെയ്തത് സ്വന്തം കുറവുകൾ തിരിച്ചറിഞ്ഞ് കുമ്പസാരിക്കാനും കർത്താവിലേക്ക് തിരിയാനുമാണ്. അവർ ഒരുമിച്ചെടുത്ത തീരുമാനങ്ങൾക്കുമേൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞതിന്റെ തെളിവായിരുന്നു മകളുടെ മടക്കയാത്ര. മക്കൾ വഴിതെറ്റുന്നു എന്നറിയുമ്പോൾ അവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. സ്വന്തം കുറവുകളെക്കുറിച്ച് അനുദപിക്കുന്നവരും വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് നോമ്പ് നോക്കുന്നവർ നമുക്കിടയിലുണ്ടോ? ഒരു പക്ഷേ അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥനക്കുറവും ത്യാഗക്കുറവുമായിരിക്കുമോ മക്കളുടെ ദിശമാറ്റത്തിനുള്ള കാരണം? ഒരു കുടുംബത്തിനോടെന്നവണ്ണം ക്രിസ്തു പറഞ്ഞു വെച്ച വാക്കുകൾ നമ്മുടെ കാതുകളിൽ അലയടിക്കട്ടെ. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 തിരുവചനങ്ങളാണിത്. മാതാപിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. കുടുംബത്തിലെ പ്രതിസന്ധികളും കടബാധ്യതകളും പോരായ്മകളുമെല്ലാം ഒരുമയിലേക്കും ദൈവാശ്രയത്വത്തിലേക്കും നയിക്കുന്നതാകട്ടെ. ഇതോടൊപ്പം ഒരു കൊച്ചു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഒരു സുഹൃത്തുണ്ട്. അവർ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരിയാണ്. സൂസി എന്നാണ് പേര്. ചേച്ചി ഒരു കോളേജിൽ ക്ലർക്കായി ജോലി ചെയ്ത് റിട്ടയർ ആയ ഒരാളാണ്. ആ കാലഘട്ടത്തിലൊക്കെ ജോലി തിരക്കുകളുമായി ഓടി നടന്നപ്പോൾ അന്ന് ഒത്തിരി സമയമൊന്നും ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റിയില്ല. എങ്കിലും ചേച്ചിയും കുടുംബവും അടിയുറച്ച ഒരു ദൈവവിശ്വാസത്തിലും ദൈവ ആശ്രയത്തിലും ജീവിക്കുന്നവരാണ്. ഇവരെ ഞാൻ പരിചയപ്പെട്ടതിനു ശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ചേച്ചിയും ജീവിത പങ്കാളിയും എന്നും എപ്പോഴും ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. മക്കളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ഇവർ പരസ്പരം മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് കൈകോർത്തു പിടിച്ച് മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ധ്യാനത്തിന് പോയാലോ പള്ളിയിൽ പോയാലോ ആരാധനയ്ക്ക് പോയാലോ കുർബാനയ്ക്ക് പോകുമ്പോഴോ ഒക്കെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇവർ ഒന്നിച്ചു പോയി പ്രാർത്ഥിക്കും. മക്കൾക്കെന്നും നല്ലൊരു മാതൃകയാണ് ഈ മാതാപിതാക്കള്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളൊന്നും ഒരിക്കലും തകർന്നു പോകില്ല. ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവരുടെ ജീവിതത്തിലും അതേ കേട്ടോ, ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ ഇവർ കടന്നു പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഒരിക്കൽ പോലും പ്രാർത്ഥനയിൽ ഇവർ പുറകോട്ട് പോയിട്ടില്ല. വിശ്വാസത്തിൽ നിന്ന് ഒരടി പോലും ഇവർ പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. 2 പേരും അങ്ങനെ തന്നെയാണ്. ചേച്ചിയും ചേട്ടനും നല്ല ഒരു ദൈവവിശ്വാസികളാണ്. ചില കാര്യങ്ങളിലൊക്കെ കാലതാമസമുണ്ടായാലും ഈശോ ഒരു അനുഗ്രഹം അവർക്ക് കൊടുക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായിരിക്കും. ഇങ്ങനെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന വളരെ ചുരുക്കം കുടുംബങ്ങളെ എനിക്കറിയത്തുള്ളൂ കേട്ടോ. കൂടുതലും അമ്മമാരാണ് മുഴുവൻ സമയവും പ്രാർത്ഥനയുമായിട്ട് നടക്കുന്നത്. ഈ കുടുംബം എല്ലാരെ പോലെ ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മാത്രമല്ല ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്.
ഇവർ രാവിലെ പ്രാർത്ഥിക്കും, രാത്രിയിൽ ഇവരുടെ സന്ധ്യാപ്രാർത്ഥന. ഇതൊന്നും കൂടാതെ ദിവസത്തിൻ്റെ ഇടസമയങ്ങളിലൊക്കെ ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇനി അതിനൊരു മാറ്റം വരണ്ടേ? നമ്മുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മാതാപിതാക്കൾ ഒന്നിച്ച് മുട്ടുകുത്തണം ദൈവത്തിരുമുമ്പാകെ. ആദ്യം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം, നമ്മിലെ കുറവുകളെ കണ്ടെത്തി തിരുത്തണം. എന്നിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, എന്നിട്ട് മക്കൾക്കായി മുട്ടിന്മേൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചേ. സ്വർഗം ആ പ്രാർത്ഥന കേൾക്കും. നമ്മൾ പാപാവസ്ഥയിലായിരുന്നിട്ട് നമ്മുടെ കുടുംബവും മക്കളും പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ? ഇല്ല. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജീവിതത്തിൽ ഒരത്ഭുതം നടക്കണമെങ്കിൽ, നീ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാനായിട്ട്, മക്കളുടെ ജീവിതമൊക്കെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. ചെയ്തു പോയ തെറ്റുകൾ അനുതാപത്തോടുകൂടി ഏറ്റുപറഞ്ഞൊന്ന് കുമ്പസാരിക്കുക. പിന്നെ ദൈവകൃപ കുടുംബങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിക്കോളും. അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോ ഒരുപാട് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും.